BFAക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മലയാളത്തിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നവയിൽ ശരിയായവ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൽ ഏതാണ് ആൻസർ വരിക? ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ കവി, കവയിത്രി ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നിരൂപകൻ, നിരൂപിക ആണ് തെറ്റായ പ്രസ്താവനയാണ്. അധ്യാപകൻ, അധ്യാപിക ശരിയായ പ്രസ്താവന. അവതാരകൻ, അവതാരിക തെറ്റായ പ്രസ്താവന. അപ്പൊ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. നിരൂപകൻ എന്ന് പറയുമ്പോൾ അതിന്റെ എതിർലിംഗമായിട്ട് വരിക നിരൂപക ആണ്. അവതാരക ആണ്, അവതാരക. അതിന് ഒരു വള്ളിയൊന്നും അവിടെ ആവശ്യമില്ല. അപ്പൊ കവി, കവയിത്രി, നിരൂപകൻ, നിരൂപക, അധ്യാപകൻ, അധ്യാപിക, അവതാരകൻ, അവതാരക എന്നതാണ് കറക്റ്റ്. ഇനി ഇതിനു മുൻപ് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്, പഠിച്ചു വെക്കണം കേട്ടോ. വിദ്വാൻ ചോദിച്ച ചോദ്യമാണ്. വിദ്വാൻ, വിദ്വാൻ ഏതാണ്? വിദുഷിയാണ്. വിദ്വാൻ ഏതാണ്? വിദുഷി. വിദ്വാൻ ഏതാണ്? വിദുഷി, വിദുഷി. ഓക്കെ. ഇനി ദർശകൻ, ദർശകൻ, ദർശക, ദർശകൻ എതിർലിംഗം ദർശക. നമ്പ്യാർ, നമ്പ്യാർ, നങ്ങ്യാർ. പ്രീവിയസ് മാത്രം ഞാൻ ഇവിടെ ചേർക്കണുള്ളൂ. നമ്പ്യാർ, നങ്ങ്യാർ. ഇനി ഗൃഹി, ഗൃഹി, ഗൃഹിയുടെ സ്ത്രീലിംഗ പദം ഏതാണ്? ഗൃഹിണിയാണ്. ഗൃഹി ഏതാണ്? ഗൃഹിണി. ഗൃഹി, ഗൃഹിണി. ഇനി അതേപോലെ സ്ത്രീലിംഗ പദങ്ങൾ ചിലപ്പോ ഇങ്ങനെ ഓപ്പോസിറ്റ് അല്ലാതെ താഴെ തന്നിട്ടുള്ളതിൽ സ്ത്രീലിംഗ പദങ്ങൾ ഏതൊക്കെ എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ മഹതി എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമ്മൾ പറയല്ലോ മഹതി വരുന്നുണ്ട് എന്ന് പറയും അല്ലെ സ്ത്രീകളെ കാണുമ്പോൾ. അപ്പൊ അതെന്താണ്? അതൊരു സ്ത്രീലിംഗ പദമാണ്. അതേപോലെ തന്നെ തപസ്വി, ഇതൊക്കെ എന്താണ്? സ്ത്രീലിംഗ പദങ്ങളാണ് കേട്ടോ. തപസ്വി, തപസ്വി, മഹതി ഇതൊക്കെ എന്താണ്? സ്ത്രീലിംഗ പദങ്ങളാണ്. പഠിച്ചു വെക്കണം. ഓക്കെ. അതേപോലെ പിന്നെ ഈ സ്ത്രീലിംഗ പ്രത്യയങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? സ്ത്രീലിംഗം അൾ അല്ലെ, നമ്മൾ അവൾ എന്ന് പറയുമ്പോ അൾ എന്ന് വരും അല്ലേ. പിന്നെ ഏത് വരും? ഈ, ഈ. മനസ്സിലായോ? ഇതൊക്കെ എന്താണ്? സ്ത്രീലിംഗ പ്രത്യയങ്ങളാണ് കേട്ടോ. സ്ത്രീലിംഗ പ്രത്യയങ്ങളാണ് ഏതൊക്കെ? അൾ, ഈ എന്നൊക്കെ കേട്ടോ. അൾ, ഈ എന്നുള്ളതൊക്കെ സ്ത്രീലിംഗ പ്രത്യയങ്ങളാണ്. മഹതി, തപസ്വി ഇതൊക്കെ സ്ത്രീലിംഗ പ്രത്യയങ്ങളാണ്. വിദ്വാന്റെ സ്ത്രീലിംഗ പദമാണ് വിദുഷി. ദർശകന്റെ ദർശക, നമ്പ്യാറിന്റെ നങ്ങ്യാർ, ഗൃഹിയുടെ ഗൃഹിണി, കവിയുടെ കവയിത്രി, നിരൂപകൻ നിരൂപക, അധ്യാപകൻ അധ്യാപിക, അവതാരകൻ അവതാരക. ചുവപ്പ് എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ചുവപ്പ് എന്ന അർത്ഥം വരുന്നതിനുള്ള ജോഡി ഏതാണ്? ബി ആണ്. ശോണം ചുവപ്പാണ്. അരുണം ചുവപ്പാണ്. നമ്മളെ ബയോളജിയിലൊക്കെ പഠിക്കുമ്പോൾ RBC പഠിക്കാറില്ലേ? അരുണ രക്താണുക്കൾ എന്നൊക്കെ പഠിക്കാറില്ലേ? അങ്ങനെയൊക്കെ ഒരു ക്ലൂ നമുക്ക് എക്സാം ഹാളിൽ കിട്ടണമെങ്കിലൊക്കെ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും. ശോണം, അരുണം ഇതൊക്കെ എന്താണ്? ചുവപ്പിന് പര്യായ പദങ്ങളാണ് കേട്ടോ. സമാന പദങ്ങളാണ്. പദത്തിന് സമാന അർത്ഥങ്ങളാണ് ശോണം, അരുണം എന്ന് പറയുന്നത്. ഇനി ദുഗ്ധം, അതിന് സമാന അർത്ഥം എന്താണ്? ദുഗ്ധം പ്രീവിയസ് ആണ്. ദുഗ്ധം, ദുഗ്ധത്തിന് സമാനാർത്ഥം ഏതാണ്? പയസ്സാണ്. ദുഗ്ധം ഏതാണ്? പയസ്. ദുഗ്ധത്തിന് സമാനാർത്ഥമാണ് പയസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അങ്കാരം, അങ്കാരത്തിന് ഇതൊക്കെ 97/23 ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വേണമെങ്കിൽ ഞാൻ തരാം. 97/23. ദുഗ്ധം വന്നിട്ട് 81/23 ചോദ്യമാണ്. അങ്കാരം, അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം ഏതാണ്? അങ്കാരം തീക്കനലാണ് കേട്ടോ. അങ്കാരം എന്താണ്? തീക്കനൽ. തീക്കനലാണ് അങ്കാരം എന്ന് പറയുന്നത്. ഇനി ധനം എന്ന വാക്കിന് സമാനാർത്ഥം, ധനം എന്ന വാക്കിന് സമാനാർത്ഥം ഏതാണ്? ധനം. ധനത്തിന് സമാനാർത്ഥം വരുന്നത് ധനം എന്ന് പറഞ്ഞാൽ അതിന്റെ സമാനാർത്ഥം അർത്ഥം എന്നാണ്. ഏതാണ്? അർത്ഥം. അർത്ഥം എന്നാണ് കേട്ടോ. ഇനി ഈ നാഗം, നാഗത്തിന് സമാനാർത്ഥം ഏതാണ്? നാഗം, നാഗം. നാഗത്തിന് സമാനാർത്ഥം നാഗം. നാഗം പറഞ്ഞാൽ എന്താണ്? സ്വർഗം അല്ലേ. നാഗം എന്താണ്? സ്വർഗം. നാഗത്തിന് സമാനാർത്ഥം എന്താണ്? സ്വർഗമാണ്. സ്വർഗമാണ്. ഓക്കെ. ഇനി
സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന അർത്ഥത്തില് സമാന പദം. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്നതിന് സമാനാർത്ഥം എന്താണ്? സന്തോഷപ്രദമാണ്. എന്താണ്? സന്തോഷപ്രദം. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് സന്തോഷപ്രദം. 42/21. അപ്പൊ ചുവപ്പിന് ശോണം അരുണം, ദുഗ്ധത്തിന് പയസ്, അങ്കാരം തീക്കനൽ, ധനം അർത്ഥം, നാഗം സ്വർഗം. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് സന്തോഷപ്രദം. തലമുടിക്ക് എന്താണ്? തലമുടിക്ക് സമാന പദം. 60/23. തലമുടിക്ക് ഇതാണ് കുന്തളം അല്ലേ? കുന്തളം എന്താണ്? തലമുടിക്ക് എന്താണ്? കുന്തളം. ഇനി വിഷം 228/23. വിഷത്തിന് സമാന പദം വിഷം. വായസമാണ്, പായസമല്ല, വായസം വിഷമാണ്. ഇനി അർദ്ധപഞ്ചാശത്ത് എന്നത് അർദ്ധപഞ്ചാശത്ത് 141/21 ചോദ്യം. അർദ്ധപഞ്ചാശത്ത് 25 എന്നതാണ് കേട്ടോ. ഏതാണ് സംഖ്യയെ സൂചിപ്പിക്കുന്നത്? 25 എന്ന സംഖ്യയെ സൂചിപ്പിക്കാനാണ് അർദ്ധപഞ്ചാശത്ത് എന്ന് ഉപയോഗിക്കുന്നത്. ഇനി ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് 42/23. ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് എന്നതിന് സമാന പദം. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ അതേ മീനിങ് ആണ് വരിക. ഇവിടെ നമ്മൾ പറഞ്ഞു സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് സന്തോഷപ്രദം എങ്കിൽ ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് ഏതാണ്? ആഹ്ലാദപ്രദം അല്ലേ? ആഹ്ലാദപ്രദം. ഓക്കെ. ഇനി പുല്ല് എന്നതിന് സമാനാർത്ഥം. 37/23. പുല്ല് എന്നതിന് സമാനാർത്ഥം തൃണമാണ് കേട്ടോ. ഏതാണ്? തൃണമാണ് പുല്ല് എന്നതിന് സമാനാർത്ഥം വരുന്നത്. ഇനി പ്രയതി അതിന് സമാനാർത്ഥം ഏതാണ്? 18/22. പ്രയതിക്ക് സമാനാർത്ഥം ദാനമാണ് കേട്ടോ. പ്രയതി എന്ന് പറഞ്ഞാൽ ദാനമാണ്. അപ്പൊ ഇത്രയും സമാനാർത്ഥങ്ങൾ പഠിച്ചു വെക്കുക. ചുവപ്പിന് ശോണം അരുണം പഠിച്ചല്ലോ. ദുഗ്ധം പയസ്, അങ്കാരം തീക്കനൽ, ധനം അർത്ഥം, നാഗം സ്വർഗം. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് സന്തോഷപ്രദം. തലമുടി കുന്തളം. വിഷം വായസം. അർദ്ധപഞ്ചാശത്ത് 25 ആണ്. ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് ആഹ്ലാദപ്രദമാണ്. പുല്ല് തൃണമാണ്. പിന്നെ പ്രയതി ദാനം. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏതാണ്? എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലാത്തത്. അരുതായ്മകളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. അതാണ് തന്നിരിക്കുന്നതിൽ ശരി അല്ലാത്ത പ്രസ്താവന. 73ാമത്തെ ആൻസർ എ ആണ്. ഓക്കെ. പിന്നെ ഏകദേശം 100 പേർ വരി നിൽക്കുന്നുണ്ട്. ശരിയായ പ്രസ്താവനയാണ്. മലയാള ഭാഷയ്ക്ക് വള്ളത്തോൾ നൽകിയ സംഭാവന മഹത്താണ്. ശരിയാണ്. ഇനി ഡി ഇതിലേതുമില്ല. അതല്ല ആൻസർ. നമ്മൾ വേഗം ഇതിലേതുമില്ല എന്ന് തന്നോട്ട് തന്നാൽ ഇത് തന്നെ ഇരിക്കട്ടെ മറ്റങ്ങോട്ട് എഴുതിയിട്ട് വരും അല്ലേ? അതല്ല, എ ആണ് കേട്ടോ. അരുതായ്മകളെ തീർച്ചയായും അല്ലെ. ഇപ്പൊ അരുതായ്മകളെ എതിർക്കുക തന്നെ വേണം എന്ന് പറഞ്ഞാലും ഓക്കെ അല്ലെ. അരുതായ്മകളെ അത് തെറ്റായ. താഴെ തന്നിരിക്കുന്ന ഒറ്റപ്പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഒറ്റപ്പദമാണ്. വിഭജിക്കാൻ കഴിയാത്തത് അത് ഇവിടെ തെറ്റായ പ്രസ്താവനയാണ്. ഇവിടെ പഠിച്ചു വെക്കണം. തരുന്ന പ്രസ്താവനകൾ പഠിച്ചു വെക്കണം. കൃഷിയെ സംബന്ധിച്ചത് ആർഷം ശരിയായ പ്രസ്താവനയാണ്. ആത്മാവിനെ സംബന്ധിച്ചത് ആത്മികമാണ്. ശരിയായ പ്രസ്താവന ശരിയാണ്. 2ഉം 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവന. ആൻസർ ഈസ് സി ആണ്. ഏതൊക്കെയാണ്? ഋഷിയെ സംബന്ധിച്ചത് ആർഷം, ആത്മാവിനെ സംബന്ധിച്ചത് ആത്മികം എന്നതാണ്. ഇനി ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ തരാം. ഓക്കെ. 61/22 ചോദിച്ച ഒരു ചോദ്യമാണ് ദാനമായി സ്വീകരിക്കുക. ദാനമായി സ്വീകരിക്കുക. ഇതിന്റെ ഒറ്റപ്പദം എന്താണ്?
ദാനമായി സ്വീകരിക്കുക പ്രതിഗ്രഹമാണ്. ദാനമായി സ്വീകരിക്കുക പ്രതിഗ്രഹം. പ്രതിഗ്രഹം. പയസിന്റെ കടൽ. പയസിന്റെ കടൽ എന്താണ് ഒറ്റപ്പദം? പയസിന്റെ കടൽ. പയസിന്റെ കടൽ പയോദതിയാണ്. ഏതാണ്? പയോദതി. പയോദതിയാണ് പയസിന്റെ കടല്. കൂപമണ്ഡുകം, അത് പിന്നെ എല്ലാവർക്കും അറിയും അല്ലേ? കൂപമണ്ഡുകം. കൂപമണ്ഡുകം എന്താണ്? കൂപമണ്ഡുകം എന്ന് പറഞ്ഞാൽ ലോക പരിജ്ഞാനം ഇല്ലാത്തവൻ. ലോക പരിജ്ഞാനം ഇല്ലാത്തവനെ ആണ് കൂപമണ്ഡുകം എന്ന് പറയുന്നത്. ഇനി ബിബിൽസ. എന്താ ബിബിൽസ? ബിബിൽസയെ എന്ത് പറയും? ബിബിൽസ 148/23 രണ്ട് ക്വസ്റ്റ്യൻ, ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചോദിച്ചതാണ് ബിബിൽസ. ഭേദിക്കാനുള്ള ആഗ്രഹമാണ് കേട്ടോ. ഭേദിക്കാനുള്ള ആഗ്രഹം ആണ്. ഭേദിക്കാനുള്ള ആഗ്രഹം ബിബിൽസ. അടുത്തത് ഭക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തില്. ഭക്ഷിക്കുന്നവൻ. ഭക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ 122/22 ചോദ്യമാണ്. ഭക്ഷിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഘാതകനാണ്. ഏതാണ്? ഘാതകൻ. ഭക്ഷിക്കുന്നവൻ ഘാതകൻ. ഇനി സാധനം വിൽക്കുന്ന ആൾ. സാധനം വിൽക്കുന്ന ആൾ. ചോദ്യം 60/23 ചോദ്യമാണ്. സാധനം വിൽക്കുന്ന ആൾ ആരാണ്? വിക്രേതാവാണ്. സാധനം വിൽക്കുന്ന ആള് വിക്രേതാവ്. വിക്രേതാവ്. സാധനം വിൽക്കുന്ന ആള് വിക്രേതാവ്. ഇനി അയക്കുന്ന വ്യക്തി. അയക്കുന്ന വ്യക്തി 80/22. അയക്കുന്ന വ്യക്തി എന്താ? പ്രേഷിതാവാണ്. ആരാണ്? പ്രേഷിതാവാണ്. അയക്കുന്ന വ്യക്തി പ്രേഷിതാവ്. ഇനി കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ 128/21. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താണ്? പിപാസു ആണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആള് പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആള് പിപാസു. നെക്സ്റ്റ് വൺ ലോകത്തെ സംബന്ധിക്കുന്നത്. ലോകത്തെ സംബന്ധിക്കുന്നത്. ലോകത്തെ സംബന്ധിക്കുന്നത്. ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം. ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം 76/23. ഓക്കെ. ഇനി ഋഷിയെ സംബന്ധിച്ചത് ആർഷം. ഇത് വേറെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഋഷിയെ സംബന്ധിച്ചത് ആർഷം 41/23 ചോദ്യമാണ്. ഋഷിയെ സംബന്ധിച്ചത് ആർഷം എന്ന് പറയുന്നത്. ഇനി ദർശനത്തെ സംബന്ധിച്ചത്. ദർശനത്തെ സംബന്ധിച്ചത്. ദർശനത്തെ സംബന്ധിച്ചത് എന്ത് വരും? അതും 42/23 ചോദ്യമാണ്. ഏതാണ്? ദാർശനികമാണ് അല്ലെ? ദർശനത്തെ സംബന്ധിച്ചത് ദാർശനികം. ദർശനത്തെ സംബന്ധിച്ചത് ദാർശനികം. അപ്പൊ ഇത്രയും ചോദ്യ പേപ്പറിലൂടെ നമ്മൾ പോയില്ലേ? അപ്പൊ ഇങ്ങനെ പഠിച്ചാലോ? നമുക്ക് ഇനി മലയാളം ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു പോകാം കേട്ടോ. അപ്പൊ എല്ലാ ടോപ്പിക്കിൽ നിന്നും 10 മാർക്കിൽ 10 ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമായിരിക്കും. അപ്പൊ ആ 10 ടോപ്പിക്കുകൾ ഏത് ടോപ്പിക്ക് വന്നോ അതിനൊക്കെ മാക്സിമം ചോദ്യങ്ങൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ വിഭജിക്കാൻ കഴിയാത്തത് എന്താണ്? അവിഭാജ്യം തെറ്റാണ് അല്ലത്. ഋഷിയെ സംബന്ധിച്ചത് ആർഷമാണ്. ആത്മാവിനെ സംബന്ധിച്ചത് ആത്മികമാണ്. ദാനമായി സ്വീകരിക്കുക പ്രതിഗ്രഹമാണ്. പയസിന്റെ കടൽ പയോദതിയാണ്. കൂപമണ്ഡുകം ലോക പരിജ്ഞാനം ഇല്ലാത്തവൻ. ബിബിൽസ ഭേദിക്കാനുള്ള ആഗ്രഹം. ഭക്ഷിക്കുന്നവൻ ഘാതകൻ. സാധനം വിൽക്കുന്ന ആള് വിക്രേതാവ്. അയക്കുന്ന വ്യക്തി പ്രേഷിതാവ്. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആള് പിപാസു. ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം. ദർശനത്തെ സംബന്ധിച്ചത് ദാർശനികം. എളുപ്പത്തിൽ തകരാത്തതും ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതുമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? പെട്ടെന്ന് തകരില്ല, എന്നാൽ ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അഭംഗുരം. എന്താണ്? അഭംഗുരം. അഭംഗുരം.
തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ ആൻസർ ആയിട്ട് വരിക 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പുതു അധികം കലം പുതുക്കലം, എരി അധികം തീ എരിതി. ഓക്കെ, 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, അടുത്തത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡൊക്കെ ഞാൻ ലെഫ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇതൊക്കെ ഒന്ന് ചേർത്ത് എഴുതി നോക്കിക്കേ. കല് അധികം മതം എന്ത് വരും? കല് അധികം മതം കന്മതം. എന്താണ്? കന്മതം. കല് അധികം മതം കന്മതം. കന്മതം. ശ്രദ്ധിക്കണേ. ഇനി ധനുസ് അധികം പാണി. ധനുസ് അധികം പാണി ഇത് വരും? ധനുഷ്പാണി. 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 ധനുസ് അധികം സ എന്തായി മാറി? ഇവിടെ ഷായായി മാറി കേട്ടോ. ധനുസ് അധികം പാണി ധനുഷ്പാണി. പുറം അധികം അടി. പുറം അധികം അടി എന്താണ്? പുറമടി അല്ലെ? പുറം അധികം അടി പുറമടി. ഇനി യഥാ അധികം ഇഷ്ടം. യഥാ അധികം ഇഷ്ടം ഏത് വരും? യഥേഷ്ടം വരും. യഥാ അധികം ഇഷ്ടം യഥേഷ്ടം. യഥേഷ്ടം. ഇനി വിധു അധികം ആഗമനം. വിധു അധികം ആഗമനം വിദ്വാഗമനം. വിധു അധികം ആഗമനം വിദ്വാഗമനം. വിദ്വാഗമനം. ഇനി ചരണ അധികം അരവിന്ദം. ചരണ അധികം അരവിന്ദം ചരണാരവിന്ദം. 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 കാക്ക അധികം പൊന്ന് എന്ത് വരും? കാക്കപ്പൊന്ന് അല്ലെ? കാക്കപ്പൊന്ന്. കാക്കപ്പൊന്ന്. കാക്ക കാക്ക പൊന്ന്. കാക്ക പൊന്ന്. കല് അധികം മതം കന്മതം. ധനുസ് അധികം പാണി ധനുഷ്പാണി. പുറം അധികം അടി പുറമടി. യഥാ അധികം ഇഷ്ടം യഥേഷ്ടം. വിധു അധികം ആഗമനം വിദ്വാഗമനം. ചരണ അധികം അരവിന്ദം ചരണാരവിന്ദം. കാക്ക അധികം പൊന്ന് കാക്കപ്പൊന്ന്. ഇനി തൺ അധികം താറ്. തൺ അധികം താറ് തണ്ടാർ. തൺ അധികം താറ് തണ്ടാർ. ഇനി തല അധികം കെട്ട് തലക്കെട്ട് അല്ലെ? എന്താണ്? തലക്കെട്ട്. തലക്കെട്ട്. ഇനി വീട് അധികം പണി. എന്ത് പറയും? വീട് അധികം പണി വീടുപണി. എന്താണ്? വീടുപണി. ഈ അധികം അൾ. ഈ അധികം അൾ ഇവൾ. ഈ അധികം അൾ ഇവൾ. പൊൻ അധികം കുടം. പൊൻ അധികം കുടം പൊൽക്കുടം. എന്താണ്? പൊൽക്കുടം കേട്ടോ. പൊൽക്കുടം. ശ്രദ്ധിക്കണം, ഇന്നാണ് കണ്ടോ. ഇന്ന് എന്തായി മാറി? ഇല്ലായിട്ട് മാറി കേട്ടോ. ഇനി പൊല് അധികം കുടം തന്നു കഴിഞ്ഞാൽ പൊൻകുടം എന്ന് എഴുതണം കേട്ടോ. പൊൻകുടം പൊൽക്കുടം. ഈ അധികം അള്ള് ഇവൾ. വീട് അധികം പണി വീടുപണി. തല അധികം കെട്ട് തലക്കെട്ട്. തൺ അധികം താറ് തണ്ടാറ്. തണ്ടാർ എന്നതിൽ പിരിച്ചെഴുതാൻ പറഞ്ഞാൽ തൺ അധികം താർ. ഇതിലേതാണ് കേവല ക്രിയയോട് ചേർന്ന് നിൽക്കാത്തത്? കേവല ക്രിയയോട് ചേർന്ന് നിൽക്കാത്തത് ഓടിക്കുന്നു എന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് കേവല ക്രിയ അറിയില്ല വെക്കാം. ഇപ്പൊ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒന്ന് ചിന്തിച്ചാൽ മതി. കളിക്കുന്നു, അത് സ്വയം ചെയ്യാണ് അല്ലെ? കളിക്കുകയാണ്. ഇപ്പൊ ഞാൻ കളിക്കുന്നു, സ്വയം ചെയ്യാണ്. ചിരിക്കുന്നു, ഞാൻ സ്വയം ചിരിക്കുന്നു, സ്വയം ചെയ്യുന്ന കാര്യമാണ്. ഇരിക്കുന്നു, അത് ഞാൻ സ്വയം ഇരിക്കുകയാണ്. എന്നാൽ ഓടിക്കുന്നു, ഒരാളെ ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലെ? ഒരാൾ കാരണം ഒരാള് എന്ത് ചെയ്യണം? ഓടിക്കുകയാണ്. വേറൊരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അവിടെ കാണുന്നത് അല്ലെ? അപ്പൊ ഇതെല്ലാം സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അല്ലെ? 3 എണ്ണം സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. എന്നാൽ മറ്റൊരാൾ ചെയ്യുന്ന കാര്യമാണ്. അതാണ് കേവലക്രിയയോട് ചേർന്ന് നിൽക്കാത്തത്. അപ്പൊ കേവലക്രിയകളാണ് ഏതൊക്കെ? കളിക്കുന്നു, ചിരിക്കുന്നു, ഇരിക്കുന്നു. കു എന്ന പ്രത്യയം അല്ലെ? തന്നിരിക്കുന്നവയിൽ വിനയച്ചതിന് ഉദാഹരണമായത് ഏത്? പറഞ്ഞു കേട്ടു. കണ്ടോ, ഇതിപ്പോ 2026 ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേൾക്കുന്നുണ്ട്? ഈ അടുത്ത് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഗ്രാമർ പോർഷനിൽ നിന്ന് തന്നെ 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൊക്കാബുലറി മാത്രം പഠിക്കാൻ ഞാൻ ഗ്രാമർ പഠിക്കില്ല എന്ന വാശി ഒഴിവാക്കണം. കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 3 മാർക്ക് പോയി കഴിഞ്ഞാലോ എന്താകും? എത്ര റാങ്കിന് താഴെയാകും? അതുകൊണ്ട് ഗ്രാമർ പഠിച്ചേ പറ്റും.
പീനം എന്ന വാക്കിന്റെ വിപരീത പദം കണ്ടെത്തുക. പീനം എന്ന വാക്കിന്റെ വിപരീത പദം ഇത് വരും. പീനം ഇതാണ് ശുഷ്കമാണ്. പീനം എന്താണ്? പീനം ശുഷ്കം. പീനത്തിന്റെ വിപരീത പദമാണ് ശുഷ്കം. ഇനി പ്രീവിയസ് ആയിട്ട് ചോദിച്ചത് നോക്കാം. പ്രശാന്തം പ്രക്ഷുബ്ധം. പ്രശാന്തം പ്രക്ഷുബ്ധം. ദൃഢം ശിഥിലം. ജാഗ്രത സുഷുപ്തി. ജാഗ്രത സുഷുപ്തി. ജാഗ്രത സുഷുപ്തി. ത്യാജ്യം ഇത് സ്റ്റേറ്റ്മെന്റ് ലെവലായിരുന്നു കേട്ടോ. ത്യാജ്യം ഗ്രാഹ്യം. താപം തോഷം. വിവൃതം സംവൃതം. പുഞ്ച നഞ്ച. ആസ്തിക്യം നാസ്തിക്യം. ക്ഷയം വൃദ്ധി. പുരോഗതി അധോഗതി. അധികം ന്യൂനം. ഇതൊക്കെ എന്താണ്? വിപരീത പദങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഞാൻ എല്ലാത്തിന്റെയും ലെഫ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്രശാന്തം പ്രക്ഷുബ്ധം. ദൃഢം ശിഥിലം. ജാഗ്രത സുഷുപ്തി. ത്യാജ്യം ഗ്രാഹ്യം. താപം തോഷം. വിവൃതം സംവൃതം. പുഞ്ച നഞ്ച. ആസ്തിക്യം നാസ്തിക്യം. ക്ഷയം വൃദ്ധി. പുരോഗതി അധോഗതി. അധികം ന്യൂനം. കപ്പൽ മുളകിന്റെ പര്യായമായി താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? നമ്മൾ സാധാരണ വീട്ടില് കപ്പൽമുളക്, കപ്പളമുളക്, പിന്നെന്താ പറയാ, വറ്റൽമുളക്, ഇതൊക്കെ നമ്മൾ പറയില്ല. നമുക്കറിയാം വറ്റൽമുളക് എന്തായാലും ആൻസർ ഉണ്ട്. പക്ഷെ എങ്ങനെ എത്താൻ പറ്റില്ല ആൻസറിലേക്ക്? 3 എന്ന ഓപ്ഷൻ ഉള്ളത് പറഞ്ഞിട്ട് എടുക്കാൻ വേണം. 3 ഇതിലുണ്ട് തന്നിരിക്കുന്നവയെല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ ഈ കടുകൊക്കെ താളിക്കുന്ന സമയത്ത് വറ്റൽമുളക് ഇടില്ലേ? അതിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ഈശ്വര എന്തൊക്കെ ചോദ്യങ്ങളാണല്ലേ. അപ്പൊ നാളെ തൊട്ടിട്ട് വീട്ടിലൊക്കെ മാറ്റി പറയണം കേട്ടോ. ഏതൊക്കെയാണ്? ആണ് തന്നിരിക്കുന്നവയെല്ലാം കപ്പൽമുളകിന്റെ പര്യായ പദങ്ങളാണ്. കൊല്ലമുളക്, ഉപ്പേരിമുളക്, പറങ്കിമുളക്, വറ്റൽമുളക്. ഓക്കെ, ഏതൊക്കെയാണ്? കൊല്ലമുളക്, പറങ്കിമുളക്, ഉപ്പേരിമുളക്, വറ്റൽമുളക് എല്ലാം കുരുമുളകിന്റെ പര്യായ പദങ്ങളാണ്. ഇനി ലജ്ജ അതിന്റെ പര്യായ പദമാണ് വ്രീള, മന്ദാക്ഷം, ത്രഭ. ഇതൊക്കെ എന്തിന്റെ പര്യായ പദങ്ങളാണ്? ലജ്ജയുടെ പര്യായ പദങ്ങളാണ് കേട്ടോ. വ്രീള, മന്ദാക്ഷം, ത്രഭ. പത്തനം എന്ന് പറഞ്ഞാൽ പട്ടണമാണ്. ഭൂമി. ഇള എന്ന് പറഞ്ഞാൽ നിള എന്ന് പറയുമ്പോൾ നദിയാണ് അല്ലേ? എന്നാൽ ഇള പറഞ്ഞാലോ ഭൂമിയാണ് കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചോ. നിള നദിയാണെങ്കിൽ ഇള എന്താ? ഭൂമിയാണ്. മനസ്സ. മനസ്സയ്ക്ക് പര്യായ പദങ്ങളാണ് ജഗത്ത്, ഗൗരി, നിത്യപത്മാവതി, വിഷഹര. ഇനി അച്ഛൻ. അച്ഛനെ നമുക്ക് എന്തു പറയാം? നിർഭൻ എന്നും പറയാം. അച്ഛനെ നമുക്ക് എന്തു പറയാം? നിർഭൻ എന്നും പറയാം. കരിക്കോ കരി, ഇംഘാലം എന്ന് പറയാം. സ്വർണത്തിന് നമുക്ക് ഹേമം എന്നും ഹിരണ്യം എന്നും ഹേമകം എന്നും പറയാം. അപ്പൊ ലജ്ജയ്ക്ക് എന്തൊക്കെയാണ്? വ്രിള, മന്ദാക്ഷം, ത്രഭ. പത്തനത്തിനോ പട്ടണം. ഭൂമിക്ക് ഇള എന്നും പറയാം. മനസ്സ. ഈ പത്തനം പട്ടണം ഇല്ലേ, ഒരുപാട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മനസ്സ ജഗത്, ഗൗരി, നിത്യപത്മാവതി, വിഷഹര. അച്ഛൻ നിർഭൻ അല്ലെ. നമുക്കിനി അച്ഛൻ എന്ത് പറയാം? നിർഭൻ എന്നും പറയാം. കരി ഇംഗാലം. സ്വർണത്തിനോ ഹേമം, ഹിരണ്യം, ഹേമകം. ഇതൊക്കെ എന്താണ്? സ്വർണത്തിന്റെ പര്യായ പദങ്ങളാണ്. അപ്പൊ എങ്ങനെയുണ്ട്? ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? മലയാളത്തിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനും 2021 മുതലുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടത് എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.